ഇന്ന് രാവിലെ ഒരു ഇടിയപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുക്കിങ്ങിലൊന്നും വലിയതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ലോങ് വീഡിയോസൊന്നും ചെയ്യത്തില്ല. ഞാൻ നല്ലൊരു കുക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ, ഒരു സാധാരണ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ മടിയാണ്. അപ്പോൾ ഇതെൻ്റെ കെട്ടിയവൻ വന്ന് പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഇടണം, ഇഷ്ടമുള്ളവരെല്ലാം കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ. ഇവിടെ ചിക്കന് എനിക്കും മോക്കും മിന്നുകുട്ടിക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ പുതിയ പരീക്ഷണങ്ങളും ഒക്കെ നടത്തും കേട്ടോ. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പം ഫ്ലോപ്പായിപ്പോൾ. എന്നാലും ഇന്ന് ഒരു ഇടിയപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണേ. അപ്പോൾ അതിന് ഞാൻ ചിക്കന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലൊക്കെ നമുക്ക് ഉപ്പിടാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ മല്ലിയില കണ്ടോ, ഈ മല്ലിയില ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായി വന്നതാണ്. ഇവിടെ ഞങ്ങൾ താമസമായിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. ഇത് പിന്നെ ഇവിടെ മല്ലിയില എത്ര കിളിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് കിളിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ പിന്നെ തന്നെ ഉണ്ടായി വന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ആഫ്രിക്കൻ മല്ലിയില എന്നാണ് പറയുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കിളിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിക്കും ഈ പുല്ല് എന്തുവാ ഇവിടെ കിളിച്ച് വരുന്നത്, ഇതങ്ങ് പടന്ന് പോകാമെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ കുറച്ച് പറിച്ചൊക്കെ കളഞ്ഞ്. അത് കഴിഞ്ഞേച്ച് പിന്നെയാണ് ഇവിടെ വന്ന ആരോ ഇങ്ങനെ പറഞ്ഞത്, അയ്യോ ഇത് മല്ലിയിലയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുക, ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണെന്ന്. മണത്ത് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും മണത്ത് നോക്കുന്നത്. ശരിക്കും മല്ലിയിലയുടെ നല്ല മണം. നമ്മൾ ഈ കറിക്കൊക്കെ ഇടുവാണെങ്കിലുണ്ടല്ലോ, ഇത് മല്ലിയിലയുടെ അതേ ഇതാണ്, രസത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ പടർന്ന് വന്നിട്ട് ഇഷ്ടം പോലാണ് ഈ സാധനം. എന്നിട്ട് ഇപ്പോൾ ഇത് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവരെല്ലാം ഇതിൻ്റെ ഈ ചുവടോടെ പറിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ചു. എല്ലാവരും മല്ലിയിലയൊക്കെ കിളിപ്പിക്കാൻ നോക്കിയിട്ട് ഫെയിലായിപ്പോയി. അപ്പം ഇതിപ്പോൾ എന്താണ്ട് ഇങ്ങനെ കിളിച്ച് വരുന്നു. ഇത് ഞങ്ങൾക്കിപ്പോൾ വലിയ ഉപകാരമാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊന്നും പുറത്തൊന്നും വാങ്ങിക്കത്തില്ല. ഇപ്പോൾ ഇത് തന്നെ എടുത്ത് അരിഞ്ഞൊക്കെ ഇടും. നല്ല മണവുമുണ്ട്, ആ മല്ലിയിലയുടെ നല്ല എല്ലാ ഇതിനുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്യുവേ ഞാൻ. പക്ഷേ പുതിനയില എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പം. ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. കഴുകി ഇനി നമ്മളിത് ചെറുതായിട്ട് ഒന്ന് അരി. മല്ലിയിലയൊക്കെ അരിയുന്നതുകൊണ്ടാണ് ഞാൻ ഫിംഗർ ക്യാപ്പ് ഇടാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇടാതെ പറ്റത്തേ ഇല്ല, കാരണം കൈ മുറിയും എൻ്റെ. നല്ലോണം നമ്മളങ്ങ് പുരട്ടിയിട്ട് നമ്മളിതിലേക്ക് ശകലം തൈരും നാരങ്ങാ നീരും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കും. എല്ലാം ഇതിലോട്ട് മസാലകളെല്ലാം പിടിച്ച് വരും. ശകലം ഒരു 2 സ്പൂൺ തൈരും, ചിക്കൻ്റെ അളവ് കുറവല്ലേ, 2 സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തങ്ങ്
മാരിനേറ്റ് ചെയ്ത് വെക്കും. ഇനി ഒരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്ക് ഞാൻ ഇടിയപ്പത്തിൻ്റെ ഒക്കെ മാവൊക്കെ ഒന്ന് കുഴയ്ക്കണ്ടേ. അതിന് ഞാൻ തിളച്ച വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഉപ്പൊക്കെ ചേർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കും. നന്നായിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ നോക്കിക്കോണം, ഇല്ലെങ്കിൽ ഇടിയപ്പം ഇങ്ങനെ എനിക്കങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യകാലത്തൊക്കെ എനിക്കങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. എൻ്റെ വെള്ളത്തിൻ്റെ ഒരു എത്ര വെള്ളം ഒഴിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല, ചിലപ്പം കൂടിപ്പോകും. അപ്പം ഭയങ്കര ലൂസായിട്ടങ്ങ് പിന്നെ സേവനാഴി കൂടി അങ്ങ് പോവേ. അപ്പോൾ ഇടിയപ്പത്തിനാണെങ്കിലോ നല്ല കട്ടിയുമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പം ചെയ്ത് നല്ല പാകമായി. എല്ലാം അങ്ങനല്ലേ അല്ലേ, എല്ലാം നമ്മൾ ചെയ്തല്ലേ ശീലിക്കുന്നത്. നല്ല തിളച്ച വെള്ളം, അതുകൊണ്ട് ഇടിയപ്പം വേവാനൊന്നും താമസമില്ല. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുഴയ്ക്കുന്നതുകൊണ്ടേ മാവൊക്കെ കുറച്ചൊന്ന് വേവുമല്ലോ. ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു ശകല എണ്ണയും കൂടെ ചേർക്കും. നെയ്യ് വേണമെങ്കിലും ചേർക്കാം, ഞാൻ പിന്നെ നെയ്യൊന്നും ചേർക്കത്തില്ല. നെയ്യ് ഉപയോഗങ്ങളൊക്കെ കുറച്ച്, കാരണം മിന്നുക്കുട്ടിക്ക് ഇടയ്ക്കൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇടയ്ക്കൊരു മിന്നുക്കുട്ടിക്ക് കോട്ടയത്ത് വെച്ച് ഉണ്ടായത് ചില രീതികൾക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് വണ്ണം വെച്ചു. അല്ലെ അവൾക്ക് വണ്ണമേ ഇല്ലായിരുന്നു, അതിന് ശേഷം അവൾക്ക് വണ്ണം വെച്ചു. പിന്നെ നമ്മൾ ജിമ്മിലൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഈ വന്ന വണ്ണം പിന്നെ നമ്മളെപ്പോലെ അത്ര കോൺഷ്യസ് ആയിരിക്കത്തില്ലല്ലോ അവർക്ക് അത്രയും അതിനെപ്പറ്റിയൊന്നും വണ്ണം അതിങ്ങനെ കൂടി അങ്ങനെയൊന്നുള്ള കാര്യങ്ങളോട് അത്ര കോൺഷ്യസ് ആയിരിക്കത്തില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ജിമ്മിലൊക്കെ വിടുന്നുണ്ട്, എന്നാലും അവൾക്ക് അവളുടെ ഒരു കണക്കുണ്ട് ആഹാരം കഴിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ നമ്മൾ വിചാരിക്കും അവർക്കെങ്ങനെ അറിയാം, അതൊക്കെ അവർക്കറിയാം. അവർക്ക് എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മളൊന്ന് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ഉടനെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും കൊടുക്കാൻ. അപ്പോൾ എനിക്കങ്ങ് കഷ്ടം തോന്നും. നമ്മളോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വയ്ക്കാൻ അളവ് അങ്ങനെ തന്നെ ഞാൻ കൊടുക്കും. പിന്നെ എക്സസൈസൊക്കെ ചെയ്യും. എന്നാലും ഒത്തിരി സാധാരണ കുട്ടികളിങ്ങനെ ഒത്തിരി ഓടി നടന്ന് പഠിത്തത്തിൻ്റെ ടെൻഷന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കുട്ടികളൊക്കെ കുറേ ക്ഷീണിക്കാം. ഇവർക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ടെൻഷൻ ഫ്രീ ആയിരിക്കും അവരെപ്പോഴും. അവരുടെ മനസ്സിൽ വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തത്തിലൊക്കെ കുറേ വണ്ണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയും കുറേ മാറാനുണ്ട്. പതുക്കെ മാറുമായിരിക്കും. നമുക്കൊന്ന് പെട്ടെന്ന് ഇടിപിടിയെന്നൊന്നും നടക്കത്തില്ലല്ലോ. ഏകദേശമൊക്കെ കുഴഞ്ഞിട്ടുണ്ട്. ഞാനൊരു ശകലം എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കും. പിന്നെ നമ്മൾ സേവനാഴിയിൽ എടുക്കുമ്പോൾ അതിനകത്തൊരു ശകലം എണ്ണ തൂത്തെടുക്കാമെങ്കിൽ ഇത് സ്മൂത്തായിട്ടിങ്ങി പോരും. അല്ല, ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്.
നമ്മൾ അടച്ചു വെക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് മാവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മളിത് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പോവും മാവ്. നമ്മളിനി ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വയ്ക്കാം. നമുക്ക് ഇനി ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, തവിടെണ്ണ. വെളിച്ചെണ്ണയൊക്കെ കുറവാണ് ഉപയോഗിക്കുന്നത്, അത്യാവശ്യമുള്ളതിന് മാത്രമേ ഉള്ളൂ. ഇത് ഗുണമാണെന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ട് നമ്മൾ കൂടുതലും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ കൂടുതലും ഒത്തിരി എണ്ണയൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പം സവാള പെട്ടെന്ന് വാടി വരാൻ അതിനകത്ത് ശകലം ഉപ്പൂടെ ചേർത്താൽ മതി എന്നുള്ള ടിപ്സൊക്കെ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സവാളയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ചേർക്കുക. അതുമൊക്കെ ഒന്നോട്ട് നന്നായിട്ട് വാടി വരട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പതുക്കെ ചിക്കന് ഇതിനകത്തോട്ട് എടുത്തിടാം. ഒന്ന് ചൂടായാൽ മതി പൊടികളൊക്കെ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ എടുത്തിടാം. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ചിക്കന് ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി തക്കാളി അതിനകത്തോട്ടിടുക. ഇനി ഇതിന് ചാറ് വേണമല്ലോ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചാറ് വേണ്ടേ. അപ്പം ഞാൻ തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ചാറിനനുസരിച്ച് തിളച്ച വെള്ളം ഒഴിക്കുക. അത് വീണ്ടും അടച്ച് വെക്കുക. നമ്മൾ ഇനി അടുത്ത ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നല്ല സ്മൂത്തായിട്ടാണ് വരുമ്പോൾ. ഓക്കെ, ഉണ്ടോ? ഈ ഇടിയപ്പം അതിൻ്റെ പാത്രമൊക്കെ എടുത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇടിയപ്പം ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചാൽ മതി. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പിന്നെ എന്താ ഭയങ്കര എന്നാ ജോലിയാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്ന് തോന്നുവേ. അപ്പം കൊച്ചിലേക്ക് അപ്പം അമ്മ തേങ്ങ തിരുമിത്ത എന്നൊക്കെ പറയും നമ്മളോട് ഇടിയപ്പം ഉണ്ടാക്കാനേ. ഇതൊന്ന് പിന്നെ സേവനാഴിയിലൊന്ന് ഇട്ടുക, ഒന്ന് കറക്കിത്ത എന്നൊക്കെ പറയും. അമ്മയ്ക്ക് കൈക്ക് വേദനയും ഒക്കെ നേരത്തെ മുതലെയൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അടുക്കളയിൽ. അപ്പം അന്നേരം നമ്മൾ വിചാരിക്കും, എന്നാ പണിയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേ നമുക്ക് ദേഷ്യം തുടങ്ങും. ഇനി ഇടിയപ്പം ഇനി തേങ്ങ. പക്ഷേ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കും. നമുക്ക് വളരെ ഈസിയാണ് ഇപ്പം. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ചെയ്തെല്ലാം നമ്മൾ ശീലിക്കും. നമ്മൾ ഈ തട്ടിനകത്ത് ഇടിയപ്പം ഉണ്ടാക്കാൻ തേങ്ങയൊക്കെ ഞാൻ കുറവാണ് ചേർക്കുന്നത്. കാരണം എന്താ പറയുക,
തേങ്ങയൊക്കെ ഇവിടെ വെറുതെ കളയും അവസാനം. ആർക്കും തേങ്ങ കൂടുതലിട്ട് തിന്നാൻ വയ്യ. നേരത്തെയൊക്കെ അമ്മ നന്നായിട്ട് തേങ്ങയൊക്കെ കൂട്ടി, പുട്ടിലാണെങ്കിൽ തേങ്ങ നന്നായി ചേർക്കണം, അങ്ങനെയൊക്കെ അമ്മ ഇടിയപ്പത്തിനൊക്കെ. ഇപ്പം അമ്മയ്ക്കും അധികം തേങ്ങ ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാനൊരു ശകലം ആ പേരിന് മാത്രം ഒന്ന് തേങ്ങ ചേർക്കാണ്ട് എത്രയും അളവിലൊക്കെ ചേർക്കത്തുള്ളൂ ഞാൻ. വെറുതെ എന്തിനാ കളയുന്നേ. ഇതിപ്പോൾ 3 കട്ടിൻ്റെ ആയി, 16 എണ്ണം ഉണ്ട്. നമ്മൾ 3 തട്ടും വെച്ചു, അടച്ചു വെച്ച് അല്പസമയത്തിനുള്ളിൽ വേവും. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ ശകലം ചിക്കൻ മസാല ഇടും. ഇനി ഞാൻ ഇതിനകത്തോട്ട് ശകലം മല്ലിയില, പിന്നെ ഞാൻ സവാള വറുത്ത് ശകലം ചേർക്കുവേ. ഒരു സവാള വറുത്ത് അതുപോലെ അങ്ങിടും. ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഉപയോഗിക്കാനാവുമ്പോഴേ ഞാൻ ഇളക്കിയെടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ചിക്കൻ കറി റെഡിയായി. ഇടിയപ്പം അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ വേറൊരു ഐറ്റമാണ് പിന്നെ തേങ്ങാപ്പാൽ. ഈ തേങ്ങ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പിന്നെ അങ്ങ് അരിച്ചിങ്ങെടുക്കും. അപ്പോൾ ഇത് വേണമെങ്കിൽ സ്വല്പം പഞ്ചസാര അതിനകത്ത് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ, മധുരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. ഇതിപ്പം ഇതൊന്ന് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. നമ്മൾ തേങ്ങാപ്പാൽ അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, മിന്നുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിരുന്നേ, പ്രോബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്. അപ്പം അവൾക്ക് ഓട്ടിസമാണല്ലോ. അപ്പം അന്നേരം അവർക്ക് കൂടുതലും ഈ കുടൽ വയറൊക്കെ സംബന്ധിച്ചാണ് അവരുടെ പ്രശ്നങ്ങളെന്നൊക്കെ ഇങ്ങനെ പൊതുവെ പറയുന്നുണ്ട്. അപ്പം നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയാം. പക്ഷെ അവർക്ക് എപ്പോഴും വയറിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴും ഈ ഭാഗമായിട്ട് തിരുമ്മി ഇങ്ങനെ കരയുമായിരുന്നു. അതുപോലെ തിരക്കിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര റോക്കിംഗ് മൂവ്മെൻറ്റ്, ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. നമ്മൾ എന്തായിരിക്കും ഇങ്ങനെ കരയുന്നത്, നമുക്കങ്ങനെ കരയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അങ്ങനെ വെച്ച് നമ്മൾ ഇതുപോലൊരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറുടെ കുട്ടി ഓട്ടിസമുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോബയോട്ടിക് ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു അറിവ് കിട്ടി. ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ ഒരു 4 വർഷം, അത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രോബയോട്ടിക് വരുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ 4 വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവളുടെ ഈ ഇതൊക്കെ ഒരു 6 മാസം കൊണ്ട് ഇവിടെ തിരുമ്മിയുള്ള കരച്ചിലൊക്കെ അങ്ങ് മാറി. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി നമുക്കറിയത്തില്ല. ഇതുവരെ നമ്മൾ ഇതിനത് കണ്ടിട്ടില്ല. ആ ഒരു കരച്ചിൽ വളരെ പ്ലസൻ്റായ പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തുവാ, വലിയൊരു റോക്കിംഗ്, ഇവർക്ക് പൊതുവേ റോക്കിംഗ് മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ അതൊക്കെ ഒത്തിരി കുറവാണ്. കുറേ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം പറയുന്ന ട്രീറ്റ്മെൻറ്റ് നാച്ചുറലായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ തൈര് കുടിക്കുക, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ഡോക്ടർ പറയുമായിരുന്നു. പിന്നെ അവളുടെ ഒരു രീതിക്ക് ഉണ്ടല്ലോ, അവൾ എന്ത് സാധനവും ഗുണമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അവളെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കഷായവും ഒക്കെ. അവളുടെ അച്ഛൻ്റെ ഒരു സ്വഭാവ രീതിയാവട്ടെ, പുള്ളി ഇങ്ങനെയൊക്കെ പറയും. പുള്ളിക്ക് ഇങ്ങനെയൊന്നുമില്ല, ഗുണമൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതൊക്കെ കുറേ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് സമയങ്ങളിലൊക്കെ വളരെ കുറച്ച് ഈസി ആയിരുന്നു. അവളോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ പിന്നെ ഞാൻ കൂട്ടാനുകളിലൊക്കെ കൂടുതലും ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കും. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കിയാലും മീൻകറി ഉണ്ടാക്കിയാലും ഒക്കെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലൂടൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലും ഉണ്ടാക്കും. അല്ലാതെ ഉണ്ടാക്കും എന്നാലും. പക്ഷെ നമ്മൾ കൂടുതലും ഈ ഇടിയപ്പത്തിനകത്ത്, പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടവുമായിരുന്നു ഇടിയപ്പത്തിനകത്തോട്ട് ഇത് ഒഴിച്ച് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. കൂട്ടാനും വേണം, എന്നാലും അതിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിക്കും. ഇതിപ്പോൾ ഇവിടെ കഴിക്കുന്നത് ഞാനും മിന്നുകുട്ടി മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും, അമ്മയ്ക്കും മരിയായിട്ടൊന്നും വലിയ താല്പര്യമില്ല.
എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ എടുത്തപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനിയിപ്പം ഞാൻ ആ ഉള്ളി വറുത്ത് വെച്ചത് ഇത് ചേർത്തായിരുന്നല്ലോ, അപ്പോൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനതെല്ലാം ഇറക്കി ഒന്ന് മിക്സ് ചെയ്യും. തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.